മാറിയ പേരുകൾ. 1972 സ്ഥാപിക്കപ്പെട്ട നെഹ്റു യുവകേന്ദ്രയ്ക്ക് കേന്ദ്ര സർക്കാർ 2025 നൽകിയ പുതിയ പേരെന്താണ്? ഉത്തരം മേരാ യുവ ഭാരത്. രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതീകരൺ യോജനയുടെ അഥവാ RGGVY പേരിൽ 2014 ഡിസംബറിൽ വരുത്തിയ മാറ്റമെന്താണ്? ഉത്തരം ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന അഥവാ DDUGJY. ഭവന നിർമ്മാണ പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജനയെ 2015-16 ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജനയുടെ പേര് 2017 എന്താക്കിയാണ് മാറ്റിയത്? ഉത്തരം പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അഥവാ PMMVY. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽ രത്നയുടെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയ വർഷമേത്? ഉത്തരം 2021. ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലുള്ള നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് 2023 ഓഗസ്റ്റിൽ ഏതു പേരിലേക്കാണ് മാറ്റിയത്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്തെ 2017 സെപ്റ്റംബറിൽ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം ദീൻ ദയാൽ പോർട്ട്. കൊൽക്കത്ത പോർട്ടിനെ 2020 ജനുവരിയിൽ ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. അന്തമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിനെ എങ്ങനെ പുനർനാമകരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ 2024 സെപ്റ്റംബറിൽ തീരുമാനിച്ചത്? ഉത്തരം ശ്രീവിജയപുരം. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൻ്റെ പേരിൽ 2025 വരുത്തിയ മാറ്റമെന്ത്? ഉത്തരം വിജയ് ദുർഗ്. മദ്രാസിൻ്റെ പേര് ചെന്നൈ എന്നാക്കി മാറ്റിയതെന്ന്? ഉത്തരം 1996 ജൂലൈ 17. ബാംഗ്ലൂർ നഗരത്തിൻ്റെ പേരിൽ 2014 വരുത്തിയ മാറ്റമെന്ത്? ഉത്തരം ബാംഗ്ലൂരു. അലഹാബാദ് നഗരത്തിൻ്റെ പേരിൽ 2018 ഒക്ടോബറിൽ ഉത്തർപ്രദേശ് സർക്കാർ വരുത്തിയ മാറ്റമെന്ത്? ഉത്തരം പ്രയാഗ്രാജ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി സ്റ്റേഡിയത്തെ 2021 ഫെബ്രുവരിയിൽ പുനർനാമകരണം ചെയ്തത് എങ്ങനെ? ഉത്തരം നരേന്ദ്രമോദി സ്റ്റേഡിയം. കേരള സംസ്ഥാന ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് വെൽഫെയർ കോർപ്പറേഷൻ്റെ പേരിൽ 2023 ഒക്ടോബറിൽ വരുത്തിയ മാറ്റമെന്ത്? ഉത്തരം കേരള ഡിഫറൻ്റ്ലി ഏബിൾഡ് വെൽഫെയർ കോർപ്പറേഷൻ.